നമ്മുടെ മനസ്സിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള വഴി ഉണ്ടാക്കാൻ നമുക്കറിയും. തെളിവാണോ? ഇന്നാർക്കും തെളിവ് വേണ്ടി വരില്ല. ഇപ്പം നമ്മളെ നാട്ടിൽ എല്ലാവരും SIRൻ്റെ പിന്നാലെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ആ ഫോം, അതിൻ്റെ വിശദീകരണം, അതിൻ്റെ ക്ലാസ് കാര്യങ്ങളൊക്കെ കേട്ടാലും സംശയം തീരാത്ത ആൾക്കാരില്ലേ? ആ ഫോം കയ്യിൽ കിട്ടിയിട്ട് പൂരിപ്പിക്കാൻ അങ്ങനെ കൊണ്ടുനടക്കുന്ന ആൾക്കാരില്ലേ? പൂരിപ്പിച്ചിട്ട് ഇപ്പോൾ അത് ശരിയായിക്കണമെന്ന് അഭിപ്രായമില്ലാത്ത പ്രശ്നങ്ങളില്ലേ? പിന്നെ BLOമാരുടെ അടുത്ത് പോയാൽ അവരൊരു ആപ്പ് കാണിച്ചു തരും. അതിൽ നീലുണ്ട്, പച്ചുണ്ട്, ചുവപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് ലൈറ്റ് എത്തണമൊക്കെ കാണിച്ചു. അപ്പോൾ അതൊക്കെ പാടെ കണ്ടിട്ട് നമുക്ക് ആകെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ പറയണത് ഈ SIR എന്ന് പറഞ്ഞാൽ ആകെ പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ വോട്ട് ചേർക്കണില്ല, അതെന്താ ചായിക്കോട്ടെ എന്ന് നമ്മളാരും തീരുമാനിക്കണില്ലല്ലോ. അത് എവിടെ പോയിട്ടാണ് ആ സംശയം തീരുന്നത് എങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യും? അത് തീർക്കും. ഇപ്പം എന്തിനാണ് പോരുമ്പോൾ ഞാൻ പഠിപ്പിച്ചു, പിന്നെ നമ്മളെ സ്കൂളിൽ നിന്ന് പോയൊരു കുട്ടിയാണ്, അവൾ ഡിഗ്രിക്കാണ് പഠിക്കുന്നത്. അപ്പോൾ അവളെ പിന്നെ അവിടെ കണ്ടു. അപ്പോൾ എന്താ അവിടെ നിൽക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ കയ്യിൽ ഈ ഫോമുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇത് പൂരിപ്പിക്കാൻ വേണ്ടി വന്നതാണ്, ആരോടും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താ, ഡിഗ്രിക്ക് പഠിക്കുന്ന ആൾക്കത് സ്വന്തം പൂരിപ്പിക്കാൻ കഴിയൂല, നാട്ടുകാരറിയാൻ പാടില്ലല്ലോ. BLOൻ്റെ അടുത്ത് കൊന്നിക്കാണ് ഇപ്പോൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ വിഷയം? നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഭൂമിയോളം താഴാനും ഏതെങ്കിലും യൂറോപ്പിൽ പോകാനും ഏത് ഭാഷ കണ്ടെത്താനും ഏത് സൈറ്റിൽ പോകാനും ഏത് പിന്നെ വോയിസ് കേൾക്കുവാനും ഏത് ലിങ്കിൽ കയറുവാനും എല്ലാത്തിനും നമ്മൾ റെഡി ആയിരിക്കും. എത്ര വോയിസ് അപ്പോൾ SIRുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ പിന്നെ ഇതിലിങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇപ്പം അടുത്ത വന്നൊരു വോയിസാണ് എന്ത്, സ്ത്രീകളൊക്കെ ഈ ചെവി പുറത്ത് കാണിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കണം അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു വോയിസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പരിക്കെന്താണെന്ന് ചോദിച്ചാൽ ആളുകളൊക്കെ പിന്നെ നമ്മളതിനെക്കുറിച്ച് ഇങ്ങനെ എഴുതും പ്രസംഗിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മളെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അതിനൊക്കെ നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്യണ്ടേ? അപ്പോൾ ഞാനിവിടെ പറയാണ്, ആർക്കെങ്കിലും ആ സംശയം ഉണ്ടെങ്കിൽ വേണ്ട. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഫോട്ടോൻ്റെ നിർബന്ധമല്ല എന്നുള്ളതാണ്. ഞാൻ വെക്കുകയാണെങ്കിൽ തന്നെ അത് ശരിക്കും മുഖം വ്യക്തമാകുന്ന രീതിയിൽ ആ ഫോട്ടോ എടുത്താൽ മതി. ചെവിയൊക്കെ പോടെ പുറത്ത് കാണിച്ചെടുക്കണമെന്നൊന്നും എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിന് ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, അതേപോലെ ആൾക്കാർ ചോദിക്കുകയാണ്, ഈ പിന്നെ പ്രവാസികൾക്ക് ഒരു പ്രവാസി വോട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമല്ലേ, അതിലല്ലേ അവർ ചേർക്കേണ്ടത്? അതൊന്നുമല്ല, അതൊക്കെ ഉണ്ട്, പക്ഷേ അതിലല്ല ചേർക്കാൻ പോകേണ്ടത്. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ വോട്ടർമാരായി കൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രവാസികളും വോട്ട് ചേർക്കാൻ ഏറ്റവും നല്ലതും അതാണ് സുരക്ഷിതമായ മാർഗവും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടത്തിൽ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് വേണമെന്ന് വെച്ചാൽ അത് അന്വേഷിക്കാനും പോകാനും പഠിക്കാനും ഒക്കെ ഇറങ്ങിത്തിരിക്കാൻ ഏത് നിരക്ഷരനും എന്തില്ല, ഒരു പ്രശ്നവും ഇല്ല. വേണം എന്ന് തോന്നണം എന്ന് മാത്രമേ ഉള്ളൂ. എന്താ ഇപ്പോൾ 9ാമത്തെ SIR ആണ് ഇപ്പോൾ നടക്കുന്നത്. 8 നാട്ടിൽ കഴിഞ്ഞു പോയി, നമ്മളാരും അറിഞ്ഞിട്ടില്ലല്ലോ. ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ബഹളം ഉണ്ടായത്? എന്താ ഇപ്പോൾ ഒരു ബഹളം ഉണ്ടായുള്ള കാരണം? അതിന് ബഹളം ഉണ്ടാകാൻ കാരണമുണ്ട്. അഥവാ CAA എന്ന് പറയുന്ന പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കപ്പെട്ട ഒരു നാടാണ്, രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ നിയമം എന്ന് പറയുന്നത് എന്താ, ഒരു പ്രത്യേക മതവിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു 6 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ആളുകൾക്കൊക്കെ പൗരത്വം കൊടുക്കാം, ആരൊഴിച്ച്? മുസ്ലിമീങ്ങൾ ഒഴിച്ച്. ഇത് രാജ്യത്ത് ആദ്യമായി ഉണ്ടാകുന്ന ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ കീഴ്മേൽ മറിക്കുന്ന ഒരു നിയമമാണ്. ദോശ ചുട്ടെടുക്കും പോലെ നമ്മുടെ പാർലമെന്റിനകത്ത് ചുട്ടെടുത്തിരിക്കുന്നത്. ആ നിയമം ഇപ്പോഴും ചട്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നിയമം ഒരു ഡെമോക്രസിന്റെ വാട് പോലെ തലക്ക് മുകളിൽ ഉയർന്നു നിൽക്കുമ്പോൾ ഈ SIRൽ ഉൾപ്പെടാതെ പോയി കഴിഞ്ഞാൽ അത് മുസ്ലിം ജനവിഭാഗത്തിന് മാത്രം പ്രശ്നമായി വരുന്ന ഒരു സന്ദർഭം രാജ്യത്തുണ്ടാകാമെന്ന പ്രശ്നം തന്നെയാണ്. ഈ രംഗത്ത് നമ്മൾ ജാഗ്രത പാലിക്കണം. അഥവാ വോട്ടവകാശത്തിൻ്റെ കാര്യം മാത്രമല്ല ഇത് പൗരത്വവുമായി ബന്ധപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ജാഗ്രതയുണ്ടാകണമെന്ന് പറയാനും ആ നിലക്ക് ജനങ്ങൾ എടുക്കാനും ഒക്കെ കാരണം അതാണ്. ഇപ്പോൾ ബീഹാറിൽ കണ്ടില്ല നിങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് അവിടെ വോട്ട് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയുണ്ട്. ഇന്നിപ്പോൾ അവിടുത്തെ റിസൾട്ട് വന്ന ദിവസമാണ്. അപ്പം എല്ലാവരും ചോദിക്കും, എന്ത് പറ്റി, ആകെ തകർന്നു പോയല്ലോ, തരിപ്പണമായി പോയല്ലോ, എന്താ? അതിൻ്റെ വിഷയത്തിലേക്കൊക്കെ കടന്നു പോയാൽ ഇനിയും അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ വിഷയങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഇന്ന് തന്നെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കാര്യത്തിൽ അവിടെ ഇലക്ഷൻ കമ്മീഷൻ എത്ര വോട്ടുണ്ടെന്നാണ് പറഞ്ഞത്? ഇലക്ഷൻ കമ്മീഷൻ അവിടെ ആകെ 7,42,00,000 വോട്ടുണ്ട് എന്നാണ് പറഞ്ഞു വച്ചിരുന്നത്. അത് കഴിഞ്ഞൊരു 10-12 ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞു. ആ എലക്ഷൻ കഴിഞ്ഞ സന്ദർഭത്തിൽ പിന്നെ വന്ന വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ മൊത്തം പോൾ ചെയ്തത് 7,45,00,000. ആകെ വോട്ട് 7,42,00,000.
പോൾ ചെയ്തത് 7,45,00,000. എന്താ സംഭവം? ആകെയുള്ള വോട്ടിൽ കൂടുതൽ എങ്ങനെ വോട്ട് ചെയ്യുക? അത്ഭുതം കഴിഞ്ഞില്ല. പിന്നെ ഇന്നിതാ വന്നിരിക്കുന്നു. എത്ര ശതമാനമാണ് പോളിങ്? 66%. 66% പോളിങ്. 66% പോളിംഗ് ആണെങ്കിൽ ഒരു 7,42,00,000 താഴേക്കല്ലേ വരേണ്ടത് അല്ലേ? ഇതെന്താ അതിൻ്റെ മുകളിലേക്ക് പോയി? ഒരു കണക്കും ടാലി ചെയ്യണില്ല. എങ്ങനെ നോക്കിയാലും ടാലി ചെയ്യണില്ല. ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴത്താണ് ബീഹാറിൽ എന്ത് സംഭവിച്ചു എന്ന ഉത്തരത്തിന്റെ ആദ്യത്തെ അധ്യായം നമുക്ക് വായിച്ചു തുടങ്ങാൻ കഴിയുക. അത് വരും ദിവസങ്ങളിൽ വരും. ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അടിത്തറ തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഒരു പുതിയ പോരാട്ടത്തിന് ഇന്ത്യൻ ജനത തയ്യാറാകേണ്ടിയിരിക്കുന്നു എന്ന സന്ദേശമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോവുകയല്ല. വിഷയങ്ങൾ പഠിച്ചു മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചതിന് ചുരുക്കം. ഇത് പൗരത്വത്തിൻ്റെ വിഷയമാണ്. ഇത് വോട്ടവകാശത്തിൻ്റെ വിഷയമാണ്. എപ്പോഴാണ് പൗരത്വം ആവശ്യം? എപ്പോഴാണ് വോട്ട് ആവശ്യം? ജീവൻ ഉണ്ടാവുമ്പോഴല്ലേ. ജീവനുണ്ടെങ്കിൽ എന്താവശ്യമുള്ളൂ? വോട്ടർ പട്ടികയിൽ പേരാവശ്യമുള്ളൂ. ഇന്നൊരാൾ മരിച്ചാൽ SIR ഒക്കെ റെഡിയാക്കി എല്ലാ പട്ടികയിലും പേരൊക്കെ ഉണ്ട്. ഇന്നലെ അറ്റാക്ക് ഉണ്ടായി മരിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി വിചാരിക്കുക, അല്ലെങ്കിൽ കുഴഞ്ഞ് വീണു എന്ന് വിചാരിക്കുക. അപ്പോൾ പെട്ടെന്ന് കുഴഞ്ഞ് വീണ് മരിക്കണ കാലമാണ്. പിന്നെ ഇപ്പോൾ എന്താ അവിടെ കാര്യം? അപ്പം ഞാൻ പറയണത് എന്താ അറിയോ? ഈ SIR മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കാണിക്കണ ജാഗ്രതയല്ലേ, ആ ജാഗ്രത നല്ലോണം കാണിക്കണം. അത് ചെറുതാക്കി പറയല്ലേ ഞാൻ. പക്ഷെ അതിലേറെ ജാഗ്രത കാണിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്നാണ്ട് വീണാൽ പിന്നെ കബറിൽ കൊണ്ടുപോയി വെക്കും, എല്ലാവരും തിരിച്ചു പോരും. പിന്നെ നമ്മളെ നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കും. ആ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ അവിടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവില്ല. അവിടെ നമുക്കുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു തരാൻ സ്വന്തം ഭാര്യ ഉണ്ടാകില്ല, ഉപ്പയുണ്ടാകില്ല, ഉമ്മയുണ്ടാകില്ല, മക്കളുണ്ടാകില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾ ഉണ്ടാകും. ഇപ്പോൾ 12 കൊല്ലമായി, 22 കൊല്ലമായി, 38 കൊല്ലമായി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ആ മണലാരണ്യത്തിൽ പോയി കഠിനാധ്വാനം ചെയ്യുന്നത്? നമ്മുടെ മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, വീടിന് വേണ്ടി, വാഹനത്തിന് വേണ്ടിയാണ് അല്ലേ? എന്നാൽ നമ്മൾ ആർക്ക് വേണ്ടിയാണോ എരിഞ്ഞു തീർന്നത്, അവരൊന്നും തന്നെ പരലോകത്ത് വരുമ്പോൾ എല്ലാവരും ആകാശത്തേക്ക് നോക്കി അവിടെ നെട്ടോട്ടമോടുന്ന സമയത്ത് ഒരാളും തണലുണ്ടാവുകയില്ല എന്നാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. ഫറ എന്ന് പറഞ്ഞാൽ ഒരു വരളി പിടിച്ചോടുന്ന മാൻപേടയെ നിങ്ങൾ നോക്കൂ. സിംഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ജീവനും കൊണ്ടോടുന്ന മാൻപേട, ആ ഓട്ടത്തിന് വേണമെങ്കിൽ നമുക്ക് ഫറ എന്ന് പറയാം. അതേപോലെ നാളെ പരലോകത്ത് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത് വാപ്പയിൽ നിന്നാണ്, ഉമ്മയിൽ നിന്നാണ്, ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്നാണ്. ആർക്കും ആരെയും പരിചയമുണ്ടാവില്ല, ആർക്കും ആരെയും ആവശ്യമില്ല. എല്ലാവർക്കും നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട്, സ്വന്തം കാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുക. അവിടെ ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാവില്ല, അവിടെ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടാവില്ല, അവിടെ സംശയം ചോദിക്കാൻ ആളുകൾ ഉണ്ടാവുകയില്ല, ഒറ്റക്കാരുണ്ടാവുക. സഹോദരങ്ങൾ, അവിടെ രക്ഷപ്പെടാനുള്ള വഴി എത്രത്തോളം നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്, നമ്മൾ ആലോചിച്ചിട്ടുണ്ട് അല്ലേ? അതിൻ്റെ കാര്യം കിട്ടി വരുമ്പോൾ എനിക്ക് റേഞ്ച് കിട്ടണില്ല, എനിക്ക് ഈ ലിങ്കിൽ കയറാൻ വയ്ക്കണില്ല, എനിക്ക് പീസ് റേഡിയോൻ്റെ കോഴ്സൊക്കെ പഠിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ അതിന് മനസ്സിലാക്കി കിട്ടണില്ല അല്ലേ? വിസ്ഡം ഗൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഫോണിൽ ഇങ്ങോട്ട് ഡൗൺലോഡ് ആകണില്ല. എന്നാൽ ഇതേ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെയല്ലേ വേറെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണത്. എന്താ ഇതിന് മാത്രം വരുമ്പോൾ ഒരു കൈയും കാലും കുഴയണ പ്രശ്നം? എന്താ? നേർപ്പദം ചേർക്കേണ്ട സമയമാണിപ്പോൾ. ആ നേർപ്പദത്തിൻ്റെ റെസിപ്റ്റുമായി വരുമ്പോൾ, അതല്ലെങ്കിൽ അതിൻ്റെ ആപ്റ്റുമായി വരുമ്പോൾ എൻ്റെ വിസ്ഡം ഗൈഡിൽ അത് കിട്ടുന്നില്ല, ഇത് കിട്ടണില്ല എന്ന് വിചാരിക്കുക. അത് കിട്ടാനുള്ള മാർഗത്തെപ്പറ്റി എന്താ അന്വേഷിക്കാൻ തോന്നാത്തത്? അതെന്താ എന്ന് ചോദിച്ചാൽ അത് അത്രയേ പല ആളുകളുടെയും മനസ്സിലേക്ക് കയറിയിട്ടുള്ളൂ എന്നത് കൊണ്ട് തന്നെയാണ് അത് സംഭവിക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പീസ് റേഡിയോയുടെ കോഴ്സിൻ്റെ ലോഞ്ചിങ് കോൺഫറൻസ് ഇവിടെ ഇരുന്ന് കേൾക്കുന്നവരും ദൂരെ നിന്ന് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്നവരും ഒരു കാര്യം ഉറപ്പിക്കുക: ജീവിതത്തിൻ്റെ തിക്കിലും തിരക്കിലും പെട്ട് അവനവൻ വായിക്കേണ്ട, പഠിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് സമയം കൊടുക്കാതെ നമ്മൾ പോയാൽ നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു സമയം വരാനുണ്ട്. അവിടെ രക്ഷപ്പെടണമെങ്കിൽ സുഹൃത്തുക്കളെ ഒരു സിലബസ് പഠിച്ചേ പറ്റുള്ളൂ. ആ സിലബസിൻ്റെ പേരാണ് ഖുർആൻ എന്ന് പറയുന്നത്. ആ സിലബസിൻ്റെ പേരാണ് വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണമായ തിരുവചനങ്ങൾ, ഹദീസ് എന്ന് പറയുന്നത്. അത് എത്ര നമുക്കറിയും? എത്ര സൂറത്ത് നമുക്ക് കാണാതറിയും?
എത്ര ഹദീസ് നമുക്ക് മനഃപ്പാടമുണ്ട്. നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും +2 പഠിക്കുന്ന കുട്ടികളില്ലേ, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളില്ലേ. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളാണ് ഏറ്റവും തിരക്കുള്ള ആൾക്കാർ എന്ന് പറയേണ്ടത്. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും തിരക്കുള്ള ഒരു പാര ഈ SLC കഴിഞ്ഞ കുട്ടികളാണ്. അതാണ് കഴിഞ്ഞാൽ ഏതോ കോഴ്സുകൾക്ക് വലിയ വലിയ കോഴ്സുകൾക്ക് കൊണ്ടുപോയി ആക്കുക അല്ലേ. അതിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലൊരു സൽക്കാരത്തിന് വരില്ല, കല്യാണത്തിന് വരാൻ കഴിയില്ല. ഒരാൾ മരിച്ചാൽ പോലും അവനെ കൊണ്ടുവന്നവന് പരീക്ഷയാണ് അല്ലേ. ഞാൻ പറയുന്നത് പഠിപ്പിക്കണ്ടെന്നോ ഒന്നുമല്ല, പക്ഷെ അത്രക്ക് ഗൗരവം നമ്മൾ ഒരു കുട്ടി പഠിച്ചു കഴിഞ്ഞിട്ട് അവൻ്റെ പുസ്തകം അവൻ്റെ അടുത്ത അട്ടിന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകമായിരിക്കും അവനെക്കോളും കൂടുതലുണ്ടാകുക. എത്ര പേജുകളുണ്ട് അതിൽ, എത്ര സമവാക്യവും സൂത്രവാക്യങ്ങളും നമ്മൾ കാണാപ്പാടം പഠിക്കുന്നത്. അത്രയൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ ഈ അവനാൻ്റെ പരലോകത്തേക്ക് കൊണ്ടുപോകേണ്ട ഈ തൊലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം എന്ന് പറഞ്ഞില്ലേ. ഒരു മുസ്ലിമിന് നിർബന്ധ ബാധ്യതയാണ് പഠിക്കുക, വിഷയം മനസ്സിലാക്കുക. എല്ലാവരും ആഴത്തിലുള്ള പണ്ഡിതന്മാരാകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല, അതിന് വിഭാഗം വേറെ മാറി നിൽക്കണം. പക്ഷേ സാധാരണക്കാരെന്ത് വേണം? അത്യാവശ്യം ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം, അവനാൻ്റെ അത്യാവശ്യ കാര്യങ്ങളും അറിഞ്ഞിരിക്കൽ നിർബന്ധം. അതറിയാനുള്ള കോഴ്സുകളാണ് സുഹൃത്തുക്കളെ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമിൽ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഈ കേൾക്കുന്ന ആൾക്കാർ അതിലൊക്കെ ഒന്ന് കയറി അതെന്തെങ്കിലും സാങ്കേതിക പ്രശ്നമെങ്കിൽ അതൊക്കെ ചോദിക്കേണ്ടവരോട് ചോദിച്ച് മനസ്സിലാക്കി ഒന്ന് പഠിച്ച് പിന്നാലെ കൂടി നമ്മൾ ഗൗരവതരമായ വായനയിലേക്കും എഴുത്തിലേക്കും കടന്നിട്ടില്ലെങ്കിൽ അല്ലേ. ഇപ്പോൾ പിന്നെ നേർപ്പദത്തിൻ്റെ കാര്യം പറയുമ്പോൾ ആൾക്കാർ പറയാം അതിപ്പോൾ വായിക്കാൻ ആളില്ല. ഒന്നുകിൽ അത് കളവാണ്. എന്താ കളവാന്ന് പറയാൻ കാരണം? ആ പറയുന്ന വ്യക്തി വായിക്കേണ്ട ആളല്ലേ, അപ്പോൾ ആളുണ്ടല്ലോ അവിടെ, ഉണ്ടായിക്കൊണ്ടല്ലേ ഇല്ല എന്ന് പറയുന്നത്. അല്ലെങ്കിലോ അഹങ്കാരത്തിൻ്റെ ഭാഷയാണത്. എന്താണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ? അത് കുട്ടികളും മക്കളും ഭാര്യയ്ക്കേ വായിക്കണ്ടുള്ളൂ, ഞാനിതൊക്കെ അത്യാവശ്യം തികഞ്ഞവനാണ്, എനിക്കിതൊക്കെ അറിയാം, ഞാൻ ഇതിൻ്റെയൊക്കെ മേലെയാണ്. അല്ലെങ്കിൽ എന്താ വായിക്കണ്ടേ? എന്ത് വർത്താനായി പറയണത്? ഇവിടെ ആളില്ല. എത്ര ഈസി ആയിട്ടാണ് പറയുന്നത്, ഇവിടെ വായിക്കാൻ ആളില്ല. ഒരിക്കലും സുഹൃത്തുക്കൾ പറഞ്ഞു പോകരുത്. വായിക്കേണ്ട ഒന്നാമത്തെ ആൾ നമ്മൾ തന്നെയാണ്, കുടുംബനാഥനാണ്, പിന്നെ ഭാര്യയാണ്, പിന്നെ മക്കളാണ്. എനിക്ക് സമയമില്ല എന്നാണ്. ആര് പറഞ്ഞു സമയമില്ല? ഈ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയല്ലാതെ വേറൊന്നിനല്ല. മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാനും അവൻ്റെ ദീന് പഠിക്കാനും അത് പ്രബോധനം ചെയ്യുക. അതിൻ്റെ കൂടെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ശൈത്താൻ നമുക്ക് എന്താക്കി? ഇത് നിസ്സാരാക്കി ദുനിയാവ് വലിയതാക്കി തന്നു. നിങ്ങൾ ഒന്നിനും നേരമില്ലാത്തൊരവസ്ഥയാണ്. അതൊക്കെ വെറുതെ ശൈത്താൻ ഉണ്ടാക്കുന്ന ചിന്തകളാണ് സുഹൃത്തുക്കളെ. പൈസ അല്ല. ചില ആൾക്കാർ 550 രൂപ അതെവിടുന്ന? ആ പറയുന്ന ആൾ തന്നെയാണ് എന്ത് ചെയ്യുക? ഒരു ദിവസം ഒന്ന് കാറെടുത്ത് പുറത്തിറങ്ങിയാൽ പെട്രോൾ എത്ര അടിക്കണം? മിനിമം 1000 രൂപയ്ക്ക് അടിച്ചെങ്കിൽ എവിടെയിൽ നിന്ന് പോയി പോരാൻ കഴിയുള്ളൂ. ആലോചിച്ചു നോക്കി. ഒന്നും വളരെ 4 ആൾ ഒന്നിച്ചൊരു പിന്നെ ഹോട്ടലിൽ കയറിങ്ങാണ്ട് ഒന്ന് ഇറങ്ങുമ്പോൾ ആ ബില്ല് എത്രയാണ് നോക്കി നിങ്ങൾ. അതിൻ്റെ ഒരു 25% ഒരു കൊല്ലത്തിന് പറയുന്നുള്ളൂ. പക്ഷെ അപ്പോഴേക്കെന്താ? അതൊന്നും ആവശ്യമില്ല. ഞാൻ അത് വ്യാപകമായിട്ടുണ്ട് എന്നല്ല പറയുന്നത്. അപൂർവം ചില ആളുകളെങ്കിലും ഒരു കുറ്റബോധവുമില്ലാതെ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഗൗരവമായ വായനയ്ക്ക് നിങ്ങൾ വിധേയമായിട്ടില്ലെങ്കിൽ, ഗൗരവമായ കേൾവിക്ക് നമ്മൾ വിധേയമായിട്ടില്ലെങ്കിൽ, അതുകൊണ്ട് സംഘടനക്ക് ഒരു പോറലും ഏൽക്കാനില്ല, സ്ഥാപനങ്ങൾക്കൊരു പോറലും ഏൽക്കാനില്ല, പീസ് റേഡിയോയ്ക്ക് ഒരു പോറലും ഏൽക്കാനില്ല. മറിച്ച് അതിൻ്റെ പോറലേൽക്കുന്നത് ആദ്യത്തെ ഇര നമ്മളായിരിക്കും, നമ്മുടെ മക്കളായിരിക്കും, നമ്മുടെ ഭാര്യയായിരിക്കും, നമ്മുടെ കുടുംബങ്ങളായിരിക്കും. സംശയിക്കൊന്നും വേണ്ട. ഞാനതൊരു ഉട്ടോപ്പിയ പറയല്ല, സങ്കല്പം പറയല്ല. പല ആളുകളുടെയും ജീവിതത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്താ വിഷയം എന്നറിയോ? നമ്മളറിയാതെ ഇസ്ലാം വിരുദ്ധരുടെ പാവയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് മുസ്ലിം സമുദായത്തിലെ ആളുകൾ. മുസ്ലിം സമുദായത്തിലെ ആളുകൾ എന്ന് പറഞ്ഞുകൂടാ നമ്മുടെ അയൽപ്രദേശത്തെ ആളുകൾ, നമ്മുടെ അയൽപ്രദേശത്തെ ആളുകൾ എന്ന് പറഞ്ഞുകൂടാ തൊട്ടയൽപ്പക്കത്തുള്ള ആളുകൾ, തൊട്ടയൽപ്പക്കത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞുകൂടാ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ എന്ന് പറഞ്ഞുകൂടാ ഒരു വേള നമ്മുടെ വീട്ടിൽ തന്നെയുള്ളവർ ഇസ്ലാം വിരുദ്ധരുടെ പാവയായി മാറിക്കൊണ്ടിരിക്കുന്നു, ഇസ്ലാം വിരുദ്ധരുടെ മെഗാഫോണുകളായി മാറിക്കൊണ്ടിരിക്കുന്നു, ഇസ്ലാം വിരുദ്ധരുണ്ടാക്കുന്ന അവർ വെട്ടാൻ ഉപയോഗിക്കുന്ന കോടാലികളുടെ പിടികളായി മാറിക്കൊണ്ടിരിക്കുന്നു, ഇസ്ലാം വിരുദ്ധർ ഇട്ടുകൊണ്ടിരിക്കുന്ന ചൂണ്ടയിലെ ഇരകളായിക്കൊണ്ടിരിക്കുന്നു. സംശയിക്കൊന്നും വേണ്ട, ഞാൻ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിയാൻ പോലും കഴിയാത്ത വിധം ഇന്ന് നമ്മുടെ പെൺമക്കൾ മാറിപ്പോയിട്ടുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്, നമ്മുടെ പല പെൺകുട്ടികളുടെയും മനോഭാവം അങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തൊട്ടപ്പുറത്തുള്ള നമ്മുടെ മഞ്ചേരിയിലെ യൂണിറ്റി കോളേജിൽ
ഒരു മീഡിയ വന്നിട്ട് ഒരു പിന്നെ ചാനലുകാർ വന്നിട്ട് ഒരു ഷോ നടത്തിയിരുന്നു അവിടെ. ആ ഷോ നടത്തിയപ്പോൾ പെൺകുട്ടികളുടെ മുന്നിലേക്ക് മൈക്ക് പിടിച്ചുകൊണ്ട് പല ചോദ്യങ്ങളും ചോദിക്കുകയാണ്. അപ്പോൾ വളരെ ആവേശപൂർവ്വം ചില മുസ്ലിം പെൺകുട്ടികൾ വന്ന് പറയുന്നത് എന്താ, എനിക്ക് കല്യാണത്തിനോടൊന്നും താല്പര്യമില്ല അല്ലേ. ഒരു കുട്ടി വന്ന് പറയണത്, പിന്നെ ഇപ്പം കല്യാണമൊക്കെ നടക്കുമ്പോൾ നമ്മളെ ടീംസൊക്കെ വന്നുകൊണ്ട് ഒരു ഡാൻസും പരിപാടിയും കാര്യമൊക്കെ ഒന്ന് സംഘടിപ്പിച്ചാൽ അപ്പുറത്തുനിന്ന് വാപ്പ വരും, ഇപ്പുറത്തുനിന്ന് ഉമ്മ വരും, ഇപ്പുറത്തുനിന്ന് അമ്മ വരും, എന്നിട്ട് പറയും കുട്ടികൾ പൊന്തം വിടുക. അപ്പം ഈ ചോദിക്കണ എങ്ങനെ ചോദിക്കണം, അവന് ഈ ഭാഷ മനസ്സിലാവില്ല. എന്ത് ഈ പൊന്തം വിടുക എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് തിരിയില്ല, ഞങ്ങൾക്ക് തിരിയും, ഞങ്ങൾ ആൾക്കാർക്ക് തിരിയും. ആരെയാണ് ഈ കളിയാക്കണത്? ഈ കുട്ടികൾ ചിന്തിക്കുന്നുണ്ട് എന്തെങ്കിലും? ഈ ക്ലിപ്പ് ഇവർ പുറത്തു വിടൂലേ, ലക്ഷങ്ങളത് കാണൂലേ, അത് അവനവന്റെ ഫാമിലി ഗ്രൂപ്പുകളിൽ വരില്ലേ, അവനവന്റെ അമ്മ അവൻ കാണില്ലേ, മൂത്തമ്മ അറിയില്ലേ, കുടുംബങ്ങൾ കാണില്ലേ, സ്വന്തം ആരെപ്പറ്റിയാണോ നിങ്ങൾ പറയുന്നത് ആ ഉമ്മ കാണില്ലേ, ഉപ്പ കാണില്ലേ? ഇവരുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ഒരു തെറിച്ച കൊള്ളിയായി മാറുന്ന സ്വഭാവത്തിലേക്ക് ആരെങ്കിലും കാണുമ്പോൾ അങ്ങോട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ, പിന്നെ ഏതോ ഒരു ഭയങ്കര അടുത്ത ആളോട് പറയുന്ന മാതിരിയാണ് പറയുന്നത് കുട്ടികൾ. എവിടേക്കാ പോണത്? അതാ ഞാൻ പറഞ്ഞത്, എന്ത് ഇസ്ലാം വിരുദ്ധരുടെ പാവയായി നമ്മുടെ സമുദായങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾക്ക് പോലും അറിയാൻ കഴിയുന്നില്ല. എന്താ വിവാഹപ്പേടിണ്ടാകാൻ കാരണം? അതിൻ്റെ പിന്നെ വെറുതെ ഉണ്ടായതൊന്നല്ലത്. അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് അജണ്ടകൾ ഇവിടെ ഉണ്ട്. അതാണ് ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ എവിടുന്ന മനസ്സിലാക്കുക നമ്മളെ കുട്ടികൾക്ക്? ഇത് മനസ്സിലാക്കാനാണ് നേർപ്പദം എന്ന് പറയുന്നത്. ഇതിൻ്റെ വരികൾക്കിടയിലൂടെ വായിക്കാനാണ് പീസ് റേഡിയോയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമകാലിക സംഭവങ്ങൾ. അതിനാണ് സ്പോട്ട്ലൈറ്റ്, അതിനാണ് പ്രൂഫ് പോയിന്റ്. ഇതൊക്കെ സമകാലികമായി കേട്ട് ഇതിൻ്റെ അപ്ഡേറ്റ് ഉള്ളവർക്ക് മാത്രമേ ശത്രുവിനെ തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. ഒരു വിഷപ്പാമ്പ് കയറി വരുമ്പോൾ അത് വിഷമുള്ള പാമ്പാണെന്ന് മനസ്സിലായാലേ അതിനെതിരെയുള്ള പ്രിക്കോഷൻ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. അതിനുവേണ്ടി ആ കയറി വരുന്നത് ഒരു മുയലും കുട്ടിയാണെന്ന് മനസ്സിലാക്കിയാലോ ഒരിക്കലും നമുക്കതിനോട് പ്രതിരോധം തീർക്കാൻ കഴിയില്ല. ശത്രുവിനെ ശത്രുവായി, മിത്രത്തെ മിത്രമായി തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ കൃത്യമായ അവബോധം നമുക്കുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പം എന്തേ ഗൗരവമായ വായനയും എഴുത്തൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഇപ്പം എല്ലാവരും ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലാണുള്ളത്. എന്താ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത? എല്ലാ ചപ്പും ചവറും വരും. അത് കേൾക്കാൻ എല്ലാവർക്കും നേരമുണ്ട്. ആവശ്യമില്ലാത്ത ക്ലിപ്പ് കേൾക്കാൻ ആളുണ്ട് അല്ലേ? ചില വോയിസുകളൊക്കെ ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ബേസും ഇല്ലാത്ത, ആരെ പറഞ്ഞു എന്നും അറിയാത്ത അത് കേൾക്കാൻ മനുഷ്യന്മാർക്ക് നേരമുണ്ട്. പക്ഷേ ഒരു കൃത്യമായ ഒതൻറ്റിക്കായിട്ട് ഗൗരവമായിട്ട് ഇതുപോലെ വരുന്ന കോഴ്സുകൾ, കാര്യങ്ങൾ പഠിക്കാൻ പലപ്പോഴും ആളുകൾ മുന്നിൽ വരാറില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചില ആളുകൾ ഇന്ന് ഇസ്ലാം വിരുദ്ധരുടെ ഒരു മെഗാഫോണായി, ചാട്ടുളിയായി, കോടാലിപ്പിടികളായി ഇന്ന് ഇസ്ലാമിനെ വെട്ടാൻ, മുസ്ലിം സമുദായത്തെ വെട്ടാൻ ഒരുങ്ങിത്തിരിഞ്ഞിരിക്കുന്നു. ആ ഗണത്തിലേക്ക് നമ്മുടെ കുട്ടികൾ പോയിക്കൂടാ. അതിനുള്ള ജാഗ്രതയാണ് വൈജ്ഞാനികമായ പ്രതിരോധം എന്ന് പറയുന്നത്. അതിനാണ് പീസ് റേഡിയോയിലെ കോഴ്സുകൾ പഠിക്കണമെന്ന് പറയുന്നത്. ഉപരിവിപ്ലവമായി കാര്യം മനസ്സിലാക്കിയാൽ മാത്രം പോരാ. കുടുംബം ശരിക്ക് വിഷയം എന്ത് ചെയ്യണം? പഠിച്ചുകൊണ്ട് തന്നെ പോകണം. ഇവിടെ കൊണ്ടുവരുന്ന അജണ്ടകളുടെ ആഴം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഒരു മതരഹിത സമൂഹത്തെ ഉണ്ടാക്കാനാണ് ഇവിടെ ഇന്നവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരെ ഉപയോഗിച്ച് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയങ്ങളെ പ്രശ്നവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നെന്താ തൗഹീദ് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം. ഏകദൈവ വിശ്വാസം, ഇസ്ലാം മാത്രമാണ് ശരി, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇത് പറഞ്ഞപ്പോൾ വലിയ എന്താ കുറ്റം? നിങ്ങൾ ഇസ്ലാം മാത്രമാണെന്ന് ശരിയെ പറയാൻ പാടില്ല, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് പറയാൻ പാടില്ല. അതൊക്കെ പറഞ്ഞാൽ എന്തായി? വിഭാഗീയതയായി, കുഴപ്പമായി. അതാണ് ഇവിടെ മതമൗലികവാദം ഉണ്ടാക്കുന്നത്. നോക്കി നിങ്ങൾ, എൻ്റേത് മാത്രം ശരി എന്ന് പറയുന്നതാണ് ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നത്. ഈ കുഴപ്പങ്ങളുടെയൊക്കെ പിന്നിൽ ഈ തിയറിയാണ്. ഇത് പറഞ്ഞു വെച്ചാൽ പിന്നെ എങ്ങനെ ഇവിടെ ഇസ്ലാമിക പ്രബോധനം നടത്തുക? പിന്നെ എന്താ നമുക്ക് ഭരണഘടന നൽകുന്ന അവകാശം? ഓരോരുത്തരുടെ മതം സ്വീകരിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. പക്ഷെ അതിനെയാണ് ഇന്ന് അതിൻ്റെ കടക്കലാണ് ഇന്ന് കത്തിവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ എന്താ നമ്മൾ മൗനികളാകാണോ വേണ്ടത്? അരീക്കോട് വെച്ച് നമ്മൾ പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശം ചോദ്യം ചെയ്യാൻ ഒരു മതേതര സർട്ടിഫിക്കറ്റ് കൊണ്ട് ആരും വരേണ്ടതില്ല. അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ ആരും എന്ത് ചെയ്യണില്ല? അടിച്ചേൽപ്പിക്കണില്ലല്ലോ. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നാണ്. മതത്തിൽ ബലാത്കാരമേ ഇല്ല.
നമ്മളത് മാത്രമാണ് ശരി എന്ന് പറയാൻ ഒരു മുസ്ലിമിന് അവകാശമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി മാത്രമാണ് ശരി എന്ന് പറയാൻ ഒരു മാർക്സിസ്റ്റുകാരന് അനുവാദമുണ്ട്. കോൺഗ്രസ് മാത്രമാണ് ശരി എന്ന് പറയാൻ ഒരു കോൺഗ്രസ്സുകാരന് അവകാശമുണ്ട്. മുസ്ലിം ലീഗ് മാത്രമാണ് ശരി എന്ന് പറയാൻ ഒരു മുസ്ലിം ലീഗുകാരന് അവകാശമുണ്ട്. BJP മാത്രമാണ് ശരി എന്ന് പറയാൻ ഒരു BJPക്കാരന് അവകാശമുണ്ട്. അത് പറയുമ്പോഴേക്ക് ഇടുത്തി വീഴും. ഇവിടെ ഒന്നുമില്ല. എൻ്റെ ശരി നിങ്ങൾ നിർബന്ധമായും സ്വീകരിച്ചേ പറ്റൂ എന്ന് പറയുമ്പോഴേ കുഴപ്പമുണ്ടാവുള്ളൂ. അത് പറയാൻ ഇനി ഇന്ത്യൻ ഭരണഘടനയല്ല, സുപ്രീം കോടതിയല്ല, ഇവിടുത്തെ എല്ലാവരും മുസ്ലിങ്ങളോട് അങ്ങനെ പറയാൻ പറഞ്ഞാലും മുസ്ലിങ്ങൾ അത് പറയില്ല. കാരണം എന്താ അറിയില്ല, ഇക്റാഹ ഫിദ്ദീൻ, മതത്തിലൊരു ബലാത്കാരം ഇല്ലാണ്. ഇസ്ലാമിനെ അനുവദിക്കണില്ല. അത്രയ്ക്ക് ലളിതമാണ് ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പോൾ ഇസ്ലാമിൻ്റെ 3 ബേസുകളാണല്ലോ ഉള്ളത്. ഒന്ന് തൗഹീദ് അല്ലേ, ഒന്ന് റിസാലത്ത്, മറ്റൊന്ന് ആഖിറത്ത്. ഇത് 3ഉം പ്രശ്നവൽക്കരിച്ചുകൊണ്ടിരിക്കണം ഇങ്ങനെ പറഞ്ഞിട്ട്. ഇപ്പോൾ പരലോകമാണ് വലിയ പ്രശ്നം. എന്താ, ഇപ്പോൾ ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടായി. ആ ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടായപ്പോൾ അതിൽ ചില ആളുകളെ പിടിച്ചു. ഇനി അവരാരാണ് കുറ്റവാളികളല്ലാത്തവരാരാണെന്നൊക്കെ വരും ഭാവിയിലേ തെളിയുള്ളൂ. അത് പറയാൻ കാരണം എന്താ അറിയോ, വലിയ ആവേശപൂർവ്വം പിടിച്ചുകൊണ്ടുപോയ ഒട്ടനവധി കേസുകളിൽ ആളുകൾ പിന്നീട് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞ് അവസാനം അവർ കുറ്റവാളികളല്ല എന്ന് പറഞ്ഞ് തുറന്നുവിട്ട എത്രയോ സംഭവങ്ങളുണ്ട്. പക്ഷെ അത് പിന്നെ വാർത്തയായിട്ട് ആരും കാണില്ല എന്ന് മാത്രം. പക്ഷെ ഇതിൽ ആരാണോ കുറ്റക്കാർ അവരെ പിടിച്ചിരിക്കണം. അത് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അത് രാജ്യരക്ഷയുടെ ഭാഗമാണ്, പൗരന്മാർക്ക് കൊടുക്കേണ്ട സുരക്ഷിതത്വത്തിന്റെ ഭാഗമാണ്. അവരാരാണെന്ന് കണ്ടെത്തണമെന്ന് തന്നെയാണ് നമുക്ക് ഈ പീസ് റേഡിയോയുടെ ലോഞ്ച് കോൺഫറൻസിൽ വെച്ചുകൊണ്ട് പറയാനുള്ളത്. പക്ഷെ അതോടൊപ്പം ചില ഡോക്ടർമാരാണ്, എഞ്ചിനീയർമാരാണെന്ന് പറഞ്ഞ് അതിനൊരു പ്രത്യേക പേരിട്ട് വൈറ്റ് കോളർ ടെററിസം അല്ലേ, ഒരു പേരിട്ട് കോയിൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ. ആ പേരിട്ട് കൊണ്ടുവരുന്നത് എന്തിനാ? ഇവിടെ എല്ലാ ഡോക്ടർമാരും അങ്ങനെയെന്ന് പറയാനാ, എല്ലാ എഞ്ചിനീയർമാരും അങ്ങനെയെന്ന് പറയാനാ? ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലല്ലോ. പക്ഷെ അത് പിടിച്ചു വെച്ചൊരു അജണ്ട ഇപ്പോൾ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. എന്താ, നേരത്തെ പറഞ്ഞ മുസ്ലിമീങ്ങളില്ലേ, മുസ്ലിം നാമധാരികളായ ആളുകൾ, അങ്ങനെയുള്ള ഒരു വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു വ്യക്തി നേരെ വന്നൊരു പത്രസമ്മേളനം. എന്താ പത്രസമ്മേളനത്തിൽ പറയുന്നത്? ഇന്ന പാർട്ടികളൊക്കെ നിരോധിക്കണം, അവരൊക്കെയാണ് ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് നിരോധനത്തിൻ്റെ ഒരു ചാർട്ട് അവതരിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് തൊട്ടുടനെ തന്നെ ഫേസ്ബുക്കിൽ ഓരോരുത്തർ വന്നിട്ട് ഈ ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്കൊക്കെ മതം പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, അവരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ. പിന്നെ വേറൊരുത്തം വന്നിട്ട് ഇതേപോലെ മുസ്ലിമീങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യുക, പേരിട്ട് കണ്ട് പറയുന്നത്, പേര് പറഞ്ഞുകൂടി ഇന്ന ആളാണ് കുഴപ്പക്കാരൻ. കാരണം അവൻ ഡോക്ടറാണ്, അവൻ എഞ്ചിനീയറാണ്. എത്ര പെട്ടെന്നാണ് നീ നോക്കി. എന്നാൽ എന്താ തിയറി? ഇവരാണ് ഇതിൻ്റെ ഉത്തരവാദി. കാരണം പരലോകമുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടാണ് ആൾക്കാർ ഇത് ചെയ്യണത്. അഥവാ ചാവേറായി പൊട്ടിത്തെറിച്ചാൽ അവർക്ക് സ്വർഗം കിട്ടും എന്ന വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഈ ചാവേറുകളായി പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ ഉത്തരവാദികൾ ആരാ? പരലോകം പ്രസംഗിക്കണോലൊക്കെ ഉത്തരവാദികൾ. അവരൊക്കെ ഇപ്പോൾ ടെററിസ്റ്റുകളായി മാറുകയാണ്. എവിടേക്കാ പോണത്? എവിടേക്കാണ് ഈ സമൂഹത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ വിശ്വസിക്കുന്ന ഈ തെറ്റിദ്ധാരണ കേട്ടാരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ചാവേറാക്രമണം എന്ന് പറയുന്നത് ആത്മഹത്യയാണ്. ആത്മഹത്യയെക്കുറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ആത്മഹത്യ ചെയ്താൽ അവൻ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് എങ്കിൽ നാളെ പരലോകത്ത് അവൻ ചാടിക്കൊണ്ടേയിരിക്കുമെന്നാണ്. ഒരാൾ ഇരുമ്പിൻ്റെ ഒരു ദണ്ട് കൊണ്ട് വയറിന് കുത്തിക്കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ അവൻ നാളെ നരകാഗ്നിയിൽ അങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ്. ഒരാൾ വിഷം കഴിച്ചുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് എങ്കിൽ അവൻ നാളെ നരകാഗ്നിയിൽ ആ വിഷം കഴിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരിക്കലും തന്നെ ആത്മഹത്യക്ക് പേരിട്ടിരിക്കുന്നത് ഫൈനൽ എക്സിറ്റ് എന്നാണ്. എന്നാൽ ഇസ്ലാം പറയുന്നത് ആത്മഹത്യയിലൂടെ അഥവാ മരണമെന്ന് പറയുന്നത് ഫൈനൽ എക്സിറ്റ് അല്ല, അത് യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള ഫസ്റ്റ് എൻട്രൻസ് ആണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിലും സ്വർഗത്തിലും നരകത്തിലും വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല, ചാവേറായി പൊട്ടിത്തെറിക്കാൻ കഴിയില്ല. കാരണം പൊട്ടിത്തെറിച്ചാൽ നാളെ നരകത്തിൽ അവൻ അതേപോലെ പൊട്ടിത്തെറിക്കേണ്ടി വരും. ഇത് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം എങ്ങനെ ചാവേറായിട്ട് പൊട്ടിത്തെറിക്കുക? ഇതൊന്നും മനസ്സിലാക്കാതെയാണ് എന്ത് ചെയ്യണത്? പരലോകമാണ് ഇതിനൊക്കെ കുഴപ്പം എന്ന രീതിയിലേക്ക് പലരും ആഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ നടന്ന ഭീകരവാദത്തിൻ്റെ ചരിത്രത്തിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കൂ. ഇപ്പം 2019 ന്യൂസിലൻഡിൽ ഒരു വലിയ ഭീകരവാദ പ്രവർത്തനം ഉണ്ടായത്. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ആ ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറയുന്ന പ്രദേശത്ത് 2 മുസ്ലിം പള്ളികളിലേക്ക് വന്ന് ജുമഴയ്ക്ക് ഇരിക്കണ മനുഷ്യന്മാരെ നിരത്തിയാണ് വെടിവെച്ചു. നിങ്ങൾക്ക് ഓർമ്മല്ലേ? 51 ആളാണ് അവിടെ വെച്ച് മരിച്ചത്. ഒരു രക്തക്കളമായി മാറിയിരുന്നു അവിടെ. ആ സമയത്ത്
അദ്ദേഹത്തെ പിടിച്ചു. അദ്ദേഹത്തെ പറ്റി പറഞ്ഞപ്പോൾ ബ്രെൻഡൻ ഹാരിസൺ ടാരന്റ് എന്ന് പറയുന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മതമൊന്നും പറയാനില്ല. അപ്പൊ നമ്മൾ പറയണത് നിരീശ്വരവാദികളാണ് ഏറ്റവും വലിയ ഭീകരവാദികൾ. കാരണം എന്താ? അയാൾ നിരീശ്വരവാദിയാണ്, അയാളാണ് ഇത് ചെയ്തത്. അങ്ങനെ എല്ലാ നിരീശ്വരവാദികളും ഭീകരവാദികളാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇതുപോലെയുള്ള ഒരു രീതിയിലേക്കാണ് ഇന്ന് പേര് നോക്കി, അവന്റെ വേഷം നോക്കി കാര്യങ്ങൾ തീരുമാനിക്കുക. എന്നിട്ട് ഈ വിഭാഗമൊക്കെ അങ്ങനെയാണെന്ന് പറയാം. ഭീകരതക്കൊരിക്കലും മതമില്ല, മതത്തിൽ ഒരിക്കലും ഭീകരവാദത്തിന് സ്പേസുമില്ല. ഈ കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ലോകത്ത് നടന്ന ഏറ്റവും വലിയ ഭീകരവാദങ്ങളും യുദ്ധങ്ങളും അതിൻ്റെ നേരിലുള്ള കൂട്ടക്കുരുതികളും നിങ്ങൾ എടുത്തു നോക്കി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നമുക്കറിയാം 2 കോടിയിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിലാകട്ടെ 8 കോടിയിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 10 കോടിയിലധികം ആളുകൾ 1ഉം 2ഉം ലോക മഹായുദ്ധത്തിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിന്റെ മുന്നിലും പിന്നിലും ആരായിരുന്നു? ഇസ്ലാമായിരുന്നോ? മുസ്ലിങ്ങളായിരുന്നോ? ഈ പറഞ്ഞ ഇസ്ലാമിന്റെ ആശയങ്ങളായിരുന്നോ? ഒരിക്കലുമല്ല. അതിന്റെ ആളുകളെയൊക്കെ പരിശോധിച്ചു നോക്കിയാൽ ഒരു മതത്തിലും ഇല്ല എന്ന് പറയുന്ന ആളുകൾ അതിൻ്റെയൊക്കെ കൂട്ടത്തിലുണ്ടായിരുന്നു. ലോകത്തുണ്ടായ ഏതെടുത്ത് പരിശോധിച്ചു നോക്കിയാലും അവരെയൊക്കെ നമുക്ക് ആ കാര്യത്തിൽ കാണാൻ കഴിയും. എന്നിട്ട് വരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ. മുഹമ്മദ് നബി എന്ന് പറഞ്ഞ യുദ്ധക്കൊതിയനായിരുന്നു. ഇസ്ലാം പ്രചരിപ്പിച്ചത് വാളുകൊണ്ടായിരുന്നു. വെറും യുദ്ധത്തിന്റെ ഘട്ടമാണ്, കണ്ടവനെ വെച്ച് കൊല്ലണം എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ പിന്മുറക്കാണ് ഇവർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവർ പറയുന്ന ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഉണ്ടായ മൊത്തം യുദ്ധങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അതിലാകെ 2 ഭാഗത്തുനിന്നും കൊല്ലപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നത് 1000 മുതൽ 1300 വരെ ആളുകൾ മാത്രമാണ്. 1000 മുതൽ 1300 വരെ ആളുകൾ മാത്രം. ആലോചിച്ച് നോക്കണം. മറ്റേതെത്ര? 10 കോടിയിലധികം ആളുകൾ. എവിടെയാണ് തീവ്രവാദം? എവിടെയാണ് ഭീകരവാദം? ആരെയാണ് റാഡിക്കലൈസ് ചെയ്തിരിക്കുന്നത്? ഇത്തരം ആളുകൾ ഈ കാര്യത്തിന് മറുപടി പറയേണ്ടതുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനമാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങിയവനെന്നാണ്, സമാധാനമുള്ളവനെന്നാണ്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വമുള്ളവനെന്നാണ്. ഒരിക്കലും ഇസ്ലാമിന്റെ അയലത്ത് പോലും ഭീകരവാദത്തെ വെച്ച് കെട്ടാൻ കഴിയില്ല. ഇസ്ലാം സുരക്ഷയാണ്, മനുഷ്യജീവന് പവിത്രത നൽകുന്ന മതമാണ്. ഇസ്ലാം കാരുണ്യമാണ്. ഒരു നിലക്കും ഒരാളെയും മതത്തിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുവരാത്ത ഒരു മതമാണ്. ISIS എന്ന് പറഞ്ഞത് കൊണ്ടുവന്നു. അത് ഇസ്ലാമിന്റെ വേഷം മാത്രമേ ഉള്ളൂ, അതിന്റെ താടി മാത്രമേ ഉള്ളൂ, അതിന്റെ തലപ്പാറ് മാത്രമേ ഉള്ളൂ. അത് ഇസ്ലാം വിരുദ്ധ ശക്തികളാണ് അവരെ രംഗത്തിറക്കിയത്. അതുകൊണ്ടാണ് ആലു ഷെയ്ഖ് ആ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി അറഫ മൈതാനിയിൽ വെച്ച് പറഞ്ഞത്, ഓരോ മുസ്ലിമും ഈ ISIS-നെതിരിൽ പോരാടണം, ഒരിക്കലും അവർ മുസ്ലിങ്ങളല്ല എന്ന്. അപ്പോൾ മുസ്ലിങ്ങളുടെ പേരിൽ ആ പേര് നിലനിർത്തിക്കൊണ്ട് വേറെ ചില ആളുകൾ അവരെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുകയും അത് മുസ്ലിമീങ്ങളുടെ തലയിൽ വെക്കുകയും എന്നിട്ട് മുസ്ലിം പേരുള്ള ചില ആളുകൾ വന്നുകൊണ്ട് അവർ തീവ്രവാദികളാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ആ പറയുന്നവരാണ് ആ രീതിയിൽ ചിന്തിക്കേണ്ടത്. അവർക്കാണ് ആ പാരമ്പര്യമുള്ളത് എന്ന് ചരിത്രബോധമുള്ളവർക്ക് അറിയാൻ അധികമൊന്നും വായിക്കേണ്ടതില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന് ചുരുക്കം. ഇന്ത്യയിലുണ്ടായ ഓരോ സ്ഫോടനങ്ങളും 2007 മെക്ക മസ്ജിദ് ആകട്ടെ, അതുപോലെ സംശോധ എക്സ്പ്രസ് ആകട്ടെ, മലേഗാവട്ടെ, അജ്മീർ ദർഗയിലെ സ്ഫോടനമാകട്ടെ, മഹാരാഷ്ട്രയിലെ നാദേഡ് സ്ഫോടനമാകട്ടെ, അതുപോലെ തന്നെ 1999 ഗ്രഹാൻസ്റ്റൈനിലെ കൊലപാതകമാകട്ടെ, ബാബരി മസ്ജിദിന്റെ പതനമാകട്ടെ, ഇതിൻ്റെയൊക്കെ പിന്നിലേക്ക് പിന്നീട് നമ്മൾ കടന്നുപോയപ്പോൾ കണ്ട പേരുകൾ ആരുടേതായിരുന്നുവെന്ന് കൃത്യമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ അജണ്ടകൾ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പാർശ്വവൽക്കരിക്കാനും ഭീകരവാദികളാക്കാനും അവരുടെ ഇടയിലേക്ക് ലിബറലിസത്തെ അടിച്ചു കയറ്റാനും വേണ്ടി കൊണ്ടുവരുന്ന അജണ്ടകളുടെ ആഴവും പരപ്പും നമ്മുടെ മക്കളറിയണം, നമ്മുടെ അനുജനറിയണം, നമ്മുടെ ജ്യേഷ്ഠനറിയണം, നമ്മുടെ ഭാര്യ അറിയണം, നമ്മുടെ ഭർത്താവ് അറിയണം, നമ്മുടെ കുടുംബത്തിലെല്ലാവരും അറിയണം. അതറിയാനുള്ള അങ്ങനെയുള്ള അടിത്തറകൾ, ഇസ്ലാമിൻ്റെ അടിത്തറകൾ, ആരൊക്കെ ഏതൊക്കെ കൊടുങ്കാറ്റ് വന്നാലും അതിലൊന്നും ആടിയുലയാതെ നിലനിൽക്കണമെങ്കിൽ, ഈ കാലഘട്ടത്തിൽ നിലനിൽക്കണമെങ്കിൽ നമുക്ക് വൈജ്ഞാനിക അടിത്തറ കൊണ്ട് മാത്രമേ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ. ആ അടിത്തറ പണിയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് പീസ് റേഡിയോ എന്ന് പറയുന്നത്. ആ അടിത്തറ പണിയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് സ്പോട്ട്ലൈറ്റ് എന്ന് പറയുന്നത്. ആ അടിത്തറയുടെ പേരാണ് പ്രൂഫ് പോയിന്റ് എന്ന് പറയുന്നത്. ആ അടിത്തറയുടെ പേരാണ് നാർപ്പതം വാരിക എന്ന് പറയുന്നത്. ആ അടിത്തറയുടെ പേരാണ്
ജാമിയ അൽ ഹിന്ദ് എന്ന് പറയുന്നത്. ആ അടിത്തറയുടെ പേരാണ് നമ്മുടെ സകലമാന പ്രബോധന സംരംഭങ്ങളും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുക. ഈ ലിബറലിസത്തിന്റെ, ഈ ഫാസിസത്തിന്റെ, ഈ ശിർക്ക് ബിദ്അത്തുകളുടെ ഈ മലവെള്ളപ്പാച്ചിലിൽ പിടിച്ചു നിൽക്കുവാനുള്ള വേരിന്റെ പേരാണ് ഈ പറഞ്ഞ കൂട്ടായ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കൂട്ടായ്മയോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കുക, നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തുക, അങ്ങനെ മുന്നോട്ട് പോവുക. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ